നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 2026-ൽ ശാസ്ത്രലോകവും സാധാരണക്കാരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ പ്രതിഭാസമാണ് ആഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം. ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുന്ന ഈ അപൂർവ നിമിഷം പകലിനെ ഇരവാക്കി മാറ്റുന്ന പ്രകൃതിയുടെ ഒരു മാന്ത്രിക വിദ്യയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്പിലെ പല ഭാഗങ്ങളിലും ദൃശ്യമാകുന്ന ഈ ഗ്രഹണം ശാസ്ത്രീയമായും പാരിസ്ഥിതികമായും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എന്താണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം? നമുക്കൊന്ന് നോക്കിയാലോ. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനിടയിൽ ചന്ദ്രൻ കൃത്യമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ വരികയും സൂര്യപ്രകാശത്തെ പൂർണ്ണമായും മറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഈ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. 2026 ആഗസ്റ്റ് 12 സംഭവിക്കാൻ പോകുന്ന ഈ ഗ്രഹണം ഐസ്ലാൻഡ്, സ്പെയിൻ, ഗ്രീൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പൂർണ്ണ രൂപത്തിൽ ദൃശ്യമാകും. ഈ വർഷത്തെ സൂര്യഗ്രഹണത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി യൂറോപ്പിൽ ഇത്രയും വ്യക്തമായ ഒരു സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമായിരുന്നില്ല. ഏകദേശം 2 മിനിറ്റിലധികം സമയം സൂര്യൻ പൂർണ്ണമായും ചന്ദ്രനാൽ മറയ്ക്കപ്പെടും. ആ സമയത്ത് താപനില പെട്ടെന്ന് താഴുകയും പക്ഷികൾ വൈകുന്നേരമായി എന്ന് കരുതി കൂടണയാൻ തുടങ്ങുകയും ചെയ്യും. പ്രകൃതിയിലുണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള മാറ്റം ശാസ്ത്രജ്ഞർക്ക് വലിയൊരു പഠന വിഷയമാണ്. സൂര്യഗ്രഹണം വെറും ഒരു കാഴ്ച മാത്രമല്ല, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിന്റെ അഭാവം ഭൂമിയുടെ മുകളിലെ അന്തരീക്ഷ പാളിയായ അയണോസ്ഫിയറിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാൻ ഈ സമയം ഗവേഷകർ ഉപയോഗിക്കുന്നു. ഇത് റേഡിയോ കമ്മ്യൂണിക്കേഷനും GPS സംവിധാനങ്ങളെയും ബാധിക്കാറുണ്ട്. ഗ്രഹണ സമയത്ത് ഭൂമിയിലെ താപനില 3 മുതൽ 5 ഡിഗ്രി വരെ പെട്ടെന്ന് കുറയാം. ഇത് പ്രാദേശിക കാറ്റുകളുടെ ഗതിയിൽ മാറ്റമുണ്ടാക്കുന്നു. പ്രകാശം പെട്ടെന്ന് മറയുമ്പോൾ മൃഗങ്ങൾ ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. രാത്രിയാണെന്ന് കരുതി അവ ഉറങ്ങാൻ തയ്യാറെടുക്കുന്നത് പ്രകൃതിയിലെ കൗതുകകരമായ ഒരു കാഴ്ച കൂടിയാണ്. നമ്മുടെ ലോകവും ആകാശവും തമ്മിലുള്ള ബന്ധം, ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും ആകാശത്തിലെ ഗ്രഹങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിലെ വേലിയേറ്റവും വേലിയിറക്കവും ചന്ദ്രന്റെ ഗുരുത്വാകർഷണം മൂലമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇത്തരം ഗ്രഹങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. പ്രപഞ്ചം ഒരു വലിയ യന്ത്രം പോലെ കൃത്യതയോടെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഓരോ സൂര്യഗ്രഹണവും. സൂര്യഗ്രഹണം കാണുന്നത് ആവേശകരമാണെങ്കിലും നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കുന്നത് കണ്ണിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തും. ISO സാക്ഷ്യപ്പെടുത്തിയ സോളാർ ഫിൽറ്ററുകളോ ഗ്രഹണ കണ്ണാടികളോ ഉപയോഗിച്ച് മാത്രമേ ഇത് വീക്ഷിക്കാനാവൂ. ദൂരദർശിനിയിലൂടെയോ ബൈനോക്കുലറിലൂടെയോ നേരിട്ട് നോക്കുന്നത് അന്ധതയ്ക്ക് വരെ കാരണമായേക്കാം. 2026-ലെ ഈ സൂര്യഗ്രഹണം പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമാണ്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും പ്രകൃതിയുടെ ശക്തിക്കും നിയമങ്ങൾക്കും മുന്നിൽ മനുഷ്യൻ ഇന്നും ഒരു വിസ്മയത്തോടെ നിൽക്കുന്നു. ഭൂമിയും ആകാശവും തമ്മിലുള്ള ഈ അഭേദ്യമായ ബന്ധം വരും തലമുറകൾക്ക് പ്രപഞ്ച രഹസ്യങ്ങൾ തേടാനുള്ള പ്രചോദനമാകട്ടെ. വെബ് ഡെസ്ക് തത്തുമൈ TV.